വർഗീസ് സാറ് ഇനിയും ആശങ്കകൾ അവശേഷിക്കുന്നുണ്ടോ? ഉണ്ട്. സദാനന്ദ മാസ്റ്റർ ഈ ജനസംഖ്യാനുപാതം എന്നുള്ള ആർഗ്യുമെന്റിൽ തന്നെ അതെ സാർ നിൽക്കുകയാണ്. അത് കാരണം അപ്പൊ ഇതിനൊരു അന്തം വരത്തില്ല സാറേ. അതായത് കേരളത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1.3% ആണ്. ഉത്തർപ്രദേശിന്റെ പ്രായോഗികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണ്? ഒരു പരിഹാരം 2.4% ആണ്. അതിനിപ്പോ ചെയ്യേണ്ടത് ഈ ജനസംഖ്യ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ മിസസ് ഗാന്ധി അടിയന്തരാവസ്ഥയിൽ ചെയ്തപോലെ നിർബന്ധ ബന്ധീകരണം അതൊന്നും അല്ല ചെയ്യണം. UP തുടങ്ങിയ സ്റ്റേറ്റുകൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, സ്കൂളുകൾ സ്ഥാപിക്കുക, നല്ല പോഷകാഹാരം കൊടുക്കുക, അമ്മമാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അങ്ങനെ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്ന് ആ സ്റ്റേറ്റുകളെ ഹ്യൂമൻ ഡിഗ്നിറ്റിയിൽ കൊണ്ടുവരിക. അല്ലാതെ ജനസംഖ്യ അനുസ്യൂതം വർദ്ധിച്ചു പോകട്ടെ, അപ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായി പാർലമെന്റിലെ എണ്ണം പെരുപ്പം ഒരു പ്രശ്നമായിട്ട് തന്നെ മാറും. അതൊരു വലിയ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി ഇഷ്യൂ ആയിട്ട് എല്ലാ പാർട്ടികളും എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സാധന മാസ്റ്റർ വീണ്ടും ഒരു തർക്കത്തിന് ഇവിടെ തുടക്കം കുറിച്ചിട്ടാണോ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മുടെ സംസ്ഥാനങ്ങൾ ഭാഷാ അടിസ്ഥാനത്തിൽ 1953 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരുത്തിയാണ്. മലയാളം സംസാരിക്കുന്നവർക്ക് മലയാളം, തമിഴ് സംസാരിക്കുന്നവർക്ക് തമിഴ്നാട്, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്ര, അങ്ങനെ ഒരു വിധത്തിൽ രാജ്യത്തുണ്ടായ വിവിധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു അറുതി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം വേണമെങ്കിൽ ഒന്ന് പുനഃപരിശോധിച്ച് അതും ജനസംഖ്യ അടിസ്ഥാനത്തിലാക്കണമെന്ന് സദാനന്ദ മാസ്റ്റർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചർച്ച ഒടുവിൽ വലിയൊരു കലാപത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്കൊരു ഭയമുണ്ട്. അത് നമുക്ക് ആ ചർച്ച ഇപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്ടർ ഹരി. ഇല്ല